എല്ലാവർക്കും നമസ്തേ. പാലു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ പാലുവിൻ്റെ വീഡിയോയിൽ പറഞ്ഞത് പാലുവിന് പനിയാണ്. പാലുവിൻ്റെ സ്കൂളിൻ്റെ ആനുവൽ ഡേ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടു, ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, നല്ല നല്ല കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി ആദ്യം തന്നെ സന്തോഷം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അതൊക്കെ ഞാൻ വീഡിയോയിലൊന്നും പറയാറില്ല എന്ന് എല്ലാവരും പറയണം. നമ്മുടെ ഫാമിലിയല്ലേ നിങ്ങളൊക്കെ. അപ്പം നമ്മൾ തിരക്കിട്ട് പിടിക്കുമ്പോൾ വിട്ടു പോകുന്നതായിരിക്കും അത് പറയാനായിട്ട്. ചിലർ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പറയാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മളൊരു വീഡിയോ എടുത്ത് പോകുമ്പോൾ സാധാരണ സംസാരിക്കുന്ന പോലെ ഞാനങ്ങ് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എപ്പോഴും ഹൃദയത്തിൽ നിന്ന് അങ്ങേയറ്റം നന്ദിയുണ്ട്. അപ്പോൾ പാലുക്കുട്ടൻ്റെ ആനുവൽ ഡേയുടെ ഡാൻസും വീഡിയോയ്ക്കൊക്കെ കുഞ്ഞിനെ നല്ല ആശീർവദിച്ചും അവളുടെ കഴിവിനെ പറ്റിയൊക്കെ നന്നായിട്ട് പറഞ്ഞു. പിന്നെ പാലുവിൻ്റെ വയ്യാത്തതിനെ പറ്റി പറഞ്ഞു. ചേച്ചി ഇൻഫെക്ഷൻ ഉണ്ടാവാതെ നോക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ തുടങ്ങിയ സമയത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ ആദ്യം നോക്കാം, 2 ദിവസം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മരുന്ന് വേണ്ട, പിന്നെ അതങ്ങനെ പൊക്കോട്ടെ, ഇപ്പോഴത്തെ വൈറൽ ഫീവറാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഞാൻ ഡോക്ടറെ അടുക്കൽ കൊണ്ടാക്കാൻ അവൾ ചുമയ്ക്കുമ്പോൾ ഇത്തിരി കഫം ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും അവളെ കൊണ്ട് കാണിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നെബുലൈസേഷൻ ചെയ്യാം, എന്തായാലും അങ്ങനെ പൊക്കോട്ടെ, അവൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യണ്ട പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ 5 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക്കും കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ അവൾ ഉഷാറായി. പിന്നെ ഈ കഫം ഉള്ളപ്പം അവൾക്ക് ചുമയ്ക്കുമ്പോൾ പിന്നെ പേടിയാണ്. അപ്പോൾ ചുമച്ച് കഴിയുമ്പോൾ ഇവൾ വൊമിറ്റ് ചെയ്തു. അപ്പോൾ അവൾ പിന്നെ ബെഡിൽ കിടക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ കുഞ്ഞിന് വീണ്ടും പേടിയാണ്. കിടക്കണ സമയത്താണല്ലോ ചുമ കൂടുക. അപ്പോൾ നമ്മളിങ്ങനെ മടിയിൽ എടുത്ത് വെച്ചുകൊണ്ടായിരുന്നു അത്രയും ദിവസവും ഉറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ പാലുവിന് അസുഖം വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് പനി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അവളെ നമ്മൾ 24 മണിക്കൂറും കെയർ ചെയ്യുകയും നമ്മളൊരു വീട്ടിൽ ഒന്നിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും വരും. പാലുവിന് വന്ന് മാറുന്ന സമയത്ത് എനിക്ക് എല്ലാ പ്രാവശ്യവും ഒക്കെ എന്ത് അസുഖം വന്നാൽ എനിക്ക് വരാറുണ്ട്. പിന്നെ കുറേ നാളായിട്ട് അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ മെഡിസിനും അധികം കൊടുക്കുന്ന ഒരു ആളല്ല, എനിക്കിഷ്ടമല്ല മിണ്ടുമ്പോൾ മരുന്ന് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ സാധാരണ കാഷ്വൽ രീതിയിൽ എന്തെങ്കിലും നാട്ടിൻപുറത്തൊക്കെയുള്ള മരുന്നുകളൊക്കെ കൊടുത്താൽ മാറ്റാറ്. ഇതെങ്ങനെയാണോ എന്തോ പുള്ളിക്കും എന്നെപ്പോലെ തന്നെ അരിക്കും നേരത്തെ ഇല്ല. ഇപ്പോൾ അരിക്കും പാലുവിനും പൊടി അലർജിയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു ദിവസം കുപ്പ ഇട്ടായിരുന്നു. ഇനി അതിൻ്റെ അവളപ്പോൾ ബാൽക്കണിയിൽ കുറേ നേരം പോയി നിന്ന്. അപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല. ഈ വീടിൻ്റെ എവിടെയോ ഒരു വീട്ടിൽ കുപ്പ ഇട്ട് എൻ്റെ പൊടി നന്നായിട്ട് ബാൽക്കണി നിൽക്കുമ്പോൾ വരണം. അപ്പം ഞാൻ ഓടി അത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ പോയി എടുത്തുകൊണ്ട് പോരുകയും ചെയ്തു. അല്ലാതെ പൊടിയിലേക്കുള്ള അന്തരീക്ഷങ്ങളിലേക്കൊന്നും വീടിനകത്താണെങ്കിലും നമ്മളെന്നും തൂക്കുകയും തുടയ്ക്കുകയും ചുക്കിരി വലിയ അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് മാത്രം പ്രശ്നങ്ങൾ ഇതിനകത്തില്ലായിരുന്നു. ഇങ്ങനെ മരുന്ന് മേടിക്കണം അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ തെറ്റുകളും ശരികളും ഒക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളുടെ ഈ സമയത്തിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ച് അതിനകത്ത് എഴുതി കമൻ്റായിട്ട് എഴുതുമ്പോൾ അതിന് നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ സമയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മളോട് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് എന്ത് കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞാൽ ഞാൻ അതേ രീതിയിൽ എടുക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് വിഷമം വരും. അപ്പോൾ നമുക്കതിനൊന്നും തിരുത്തി മറുപടി പറയാനായിട്ട് അതൊക്കെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിനകത്തൊന്നും ആരോടും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചൊന്നും എനിക്കൊന്നും ആദ്യം മോശം കമൻറ്റുകൾ ഇടണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യണതിന് ഒത്തിരി സന്തോഷങ്ങൾ. പിന്നെ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ഫോണിലൂടെയാണല്ലോ അല്ലെ ഞാൻ പുറത്ത് ചെല്ലുമ്പോഴും കണ്ടത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ മറുപടിയായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം അത് പറയാനായിട്ട് എനിക്കും ഓർമ്മയില്ല എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്നോട് ഓരോന്ന് കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങളുണ്ട്. കല്യാണത്തിൻ്റെ കാര്യങ്ങളെ പറ്റി പറഞ്ഞവരുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒക്കെ ഒരു മറുപടിയുണ്ട്. പിന്നെ നമ്മൾ ദിലീപിന് ദോഷമുള്ള ദിലീപിൻ്റെ സമയം ഈ സമയത്ത് നടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആണ് ആ കല്യാണം പെട്ടെന്ന് നടന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ദോഷമുണ്ടെന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. അപ്പോൾ ആര്യയുടെയും വിവാഹത്തിൻ്റെ ടൈമാണിപ്പോൾ എന്നുള്ള രീതിയിലാണ് ആര്യയുടെയും അങ്ങനെ നമ്മൾ പെട്ടെന്ന് നടത്തിയതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ ഒരു വൈകുന്നേര സമയമാണ്, നമ്മുടെ ഒരു ഈവനിങ് റുട്ടീൻ പോലെ ഞാനും പാലും കൂടെ ഉള്ളൊരു വൈകുന്നേര സമയമാണ്. അപ്പോൾ നമ്മൾ ഇനി വിളക്ക് കത്തിച്ചു, നാമം ചൊല്ലി, അത് കഴിഞ്ഞാൽ പാലുവിന് ഫുഡ് കൊടുക്കും. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും പാലു വെച്ച് കഴിയുമ്പോൾ ഞാനും കഴിക്കും. ചിലപ്പോൾ ഞാൻ പാലിൻ്റെ കൂടെ തന്നെ ഇന്ന് കഴിക്കും, അവൾ ഒറ്റയ്ക്ക് കഴിക്കും. അപ്പോൾ അവൾക്ക് കൊടുത്താൽ മതി. പിന്നെ ചില സമയത്തേ പറയുള്ളൂ വാരുത്താന്ന് പറയണേ.
അപ്പോൾ ഞാൻ നേരത്തെ തൊട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കൊടുത്ത് ശീലിച്ച കാരണം അവൾ നല്ല നീറ്റായിട്ട് വൃത്തിയിൽ കഴിച്ചോളും. അപ്പോൾ 7:30 നാമം ചൊല്ലി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ അത്താഴത്തിൻ്റെ കാര്യങ്ങൾ. വൈകുന്നേരം പിന്നെ ചോറുണ്ണാറില്ല. അപ്പോൾ എന്തെങ്കിലും ദോശയോ അല്ലാതെ വേറെ എങ്കിലും ഓട്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ പാലിന് റാഗിയോ പാലിന് ഓട്സ് ഇഷ്ടമാണ്. ഷേക്ക് പോലെ ഓട്സ് വേവിച്ചിട്ട് അതിനകത്ത് ഏത്തപ്പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടടിച്ച് കൊടുക്കുമോ, അല്ലെങ്കിൽ അതിൽ ഫ്രൂട്ട് അടിച്ച പാലുവിനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാലുവിന് പിന്നെ നമ്മളെന്ത് കഴിക്കണോ അതൊക്കെ കൊടുത്താൽ അവളും കഴിക്കും. ഇന്നത് വേണം എന്നൊന്നുമില്ല, അവൾക്കെല്ലാം സംബന്ധിച്ചില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം കൂടെയൊക്കെ ഞാനും പാലും കൂടെയൊക്കെ ഓരോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അത് 8:30 ആകുമ്പോൾ ഞാൻ ഇവിടെ ഉറക്കാൻ കയറ്റും. 8:30 ആകുമ്പോൾ ഇവിടെ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് 9:15 ആകുമ്പോഴത്തേക്ക് ഉറങ്ങും. പുള്ളിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഊണ് കഴിച്ച് കഴിഞ്ഞാൽ പുള്ളി പറയും ഉറങ്ങാൻ പോകാമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വൈകുന്നേരം സമയം. പിന്നെ പലുവിനെ ഉറക്കി കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ പിന്നെ തലേ ദിവസത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇണക്കി വെച്ച് ഞാനും ഒരു 10 മണി 10:15 കുറച്ച് നേരം ഫോണിലൊക്കെ ഇങ്ങനെ ഒന്ന് തോണ്ടും, എന്നിട്ട് പോയി ഉറങ്ങും. അതാണ് എൻ്റെ ഒരു വൈകുന്നേരത്തെ ഇതെന്നാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ എല്ലാം ഇണക്കി വെക്കും പിറ്റേ ദിവസത്തേക്കുള്ള. എന്നാൽ പാലുവിന് രാവിലെ പോകണമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇച്ചിരി ഇപ്പം ഒന്ന് ഉറങ്ങിപ്പോയാലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇണക്കി വെച്ചത്. അത് പണ്ട് തൊട്ടേ ഞാൻ ആര്യ ചെറുതായിരുന്നപ്പോഴും അങ്ങനെയാണ്. തലേ ദിവസം ഇന്നൊക്കെയാണ് ഞാൻ ആയപ്പോൾ കഥ ഓർക്കും. ഞാനൊക്കെ ആര്യയുടെ ആ ചെറിയ കാലം തൊട്ടേ ഞാൻ തലേ ദിവസം കൂട്ടാൻ കഷ്ണം അരിഞ്ഞ് വെക്കും, തേങ്ങ ചിരണ്ടി വെക്കും. അപ്പോൾ എനിക്ക് രാവിലെ ഈ ജോയിൻറ്റ് പെയിൻ ഉള്ള കാരണം എനിക്ക് രാവിലെ തേങ്ങ ചിരണ്ടുമ്പോൾ ഭയങ്കര പെയിനാണ് കൈക്ക്. അപ്പോൾ ഞാൻ 2 തേങ്ങ ഒന്നിച്ച് ചിരണ്ടി എടുത്ത് വെക്കും. അതാണ് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ 2 തേങ്ങ ചിരണ്ടി എടുത്ത് ഫ്രീസറിൽ 2 കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വയ്ക്കും. ഒരു കണ്ടെയ്നറിൽ കുറച്ചിട്ട് വയ്ക്കും. എന്ന് പറഞ്ഞാൽ ഇനിയത്തെ ആവശ്യത്തിന് നാളത്തെ ആവശ്യത്തിന് എടുക്കണമെങ്കിൽ അത്. എന്നിട്ട് പിറ്റേ ദിവസം അത് ഫ്രീസറിൽ തന്നെ ഇരിക്കുക വലിയ കണ്ടെയ്നറിൽ. എന്നിട്ട് അത് തലേദിവസം രാത്രി എടുത്ത് താഴത്ത് വയ്ക്കും. പിന്നെ ഒരു നാളെയും കൂട്ടാൻ വെക്കുന്ന എന്താണോ വെച്ചാൽ അതനുസരിച്ച്, അല്ലെങ്കിൽ പലഹാരം കാപ്പിയുടെ പലഹാരം എന്താണോ അതനുസരിച്ച് തേങ്ങയുടെ ആവശ്യിച്ച് കുറച്ചും കൂടെ പകർത്തി താഴെ എടുത്തു. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്ക് തേങ്ങയൊന്നും ചിരണ്ടാനുള്ള എനിക്ക് ഈ റൂമാറ്റിക്കിൻ്റെ ഉണ്ട് കുറച്ച്. അപ്പോൾ എനിക്ക് അത് ഒട്ടും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ അന്ന് ചെയ്യുമ്പോഴൊക്കെ എന്നെ കുറേ പേരൊക്കെ കളിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കുമ്പോൾ എല്ലാ വീടുകളിലും എല്ലാ ആളുകളും ഇതേ മെത്തേഡ് ചെയ്യുന്നതാണ്. അന്നൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എന്നെ കളിയാക്കിയ ആളുകളൊക്കെ ഇന്ന് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാം അന്ന് ഞാൻ ചെയ്തപ്പോൾ നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയത്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും അതൊരു രീതിയാണ്. രാവിലത്തേക്ക് തലേദിവസം ഇണക്കി വെച്ചിട്ട് ചിലർ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. സാമ്പാറൊക്കെ കഷ്ണവും പരിപ്പും എല്ലാം വേവിച്ച് കുക്കറിൽ വെച്ചിട്ട് കിടന്നുറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ചേച്ചിയൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വേവിച്ചൊന്നും ഞാൻ വെക്കില്ല, കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് എൻ്റെ ചേച്ചിയും കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അവർ വേവിച്ച് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നാളത്തേക്ക് കിഴങ്ങ് കറിയാണെങ്കിൽ കിഴങ്ങൊക്കെ വേവിച്ച് രാവിലെ അതൊന്ന് മിക്സ് ചെയ്ത് ബാക്കി കടുവറുത്ത് അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്. ജോലിക്ക് പോകുന്നവരും തിരക്കുള്ളവരൊക്കെ ആയിരിക്കാം അങ്ങനെ ചെയ്യണവരുണ്ട്. പക്ഷെ ഞാനൊക്കെ അന്ന് ചെയ്യുമ്പോൾ എന്നെ ഒത്തിരി ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത് ഒരു എല്ലാവരുടെയും ലൈഫിൻ്റെ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ എല്ലാവരും അങ്ങനെ ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു വൈകുന്നേരമായാലുള്ള ഒരു ഇത്. പിന്നെ കുറച്ച് നേരം പാലുവിനെ എന്തെങ്കിലുമൊക്കെ അന്ന് എഴുതിക്കോളെ എഴുതാറ്. ഒക്കെ എഴുതും, ABC വരെ എഴുതും. അല്ലാതെ പിന്നെ അങ്ങനെയൊന്നും പഠിപ്പിക്കാറുണ്ട്. 3 വയസ്സല്ലായുള്ളൂ. എന്നാലും ഞാൻ ആ പേനയൊക്കെ നന്നായി പേന പിടിക്കും. എൻ്റെ അമ്മ അവളെ ഇങ്ങനെ എഴുതിക്കില്ല, പേന പിടിക്കുന്നത് കാണിച്ചു കൊടുത്ത് അവൾ ചെറുപ്പം എന്നാൽ ഇതിലും ചെറുതായിരിക്കുമ്പോൾ നന്നായിട്ട് പേന ഇങ്ങനെ പിടിക്കേണ്ടതെന്ന് പുള്ളിക്കാരിക്ക്. അതുകൊണ്ട് ഇങ്ങനെ ലൈനൊക്കെ വരച്ചു കൊടുത്താൽ പുള്ളി അതേപോലെ വരയ്ക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനെ അവളുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ആ നാമം ചൊല്ലി എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഞാനും അവളും കൂടെ ഒക്കെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യണം. പിന്നെ അവൾക്ക് ഞാൻ രാത്രിയിൽ ഇങ്ങനെ കുറച്ച് കഥകളൊക്കെ വെച്ച് കൊടുക്കും. നമ്മുടെ രാമായണം ഒക്കെ മൊബൈൽ കൈ കൊടുക്കില്ല, എവിടെയെങ്കിലും വെച്ചിട്ട് ഓഡിയോ ആയിട്ട് ഇങ്ങനെ കേൾപ്പിച്ച് അതൊക്കെ കഴിയുമ്പോൾ അവൾക്ക് പറയും. നമ്മളുടെ ഒരു സ്ഥിരമായ രീതി ആയതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പലരും അറിയാം അടുത്തത് ഉറക്കാണെന്നുള്ളത്. അപ്പോൾ നമ്മളോട് പറയും ഉറങ്ങാൻ പോകാമെന്ന് പറയും. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നാൽ ഊണ് കഴിച്ച് കഴിഞ്ഞാലും പലരും അറിയാം ഇനി എൻ്റെ അടുത്ത ഡ്യൂട്ടി ഉറക്കാമെന്ന്. അപ്പോൾ അതൊരു സ്കൂളിൽ നിന്ന് വന്നാൽ മേല് കഴുകി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പലരുടനെ പറയും നമ്മൾ വാവ ഉറങ്ങാൻ പോവില്ലേ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു ശീലമായതുകൊണ്ട് പിന്നെ പുള്ളിക്കറിയാം വേറെ അതിൻ്റെ ഉള്ളിലൊന്നും നടക്കില്ല. അപ്പം നമ്മൾ അതിനകത്ത് ഭയങ്കര പേരൻസാന്നൊക്കെ പറയണവരൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല. അവരൊരു റൊട്ടീനായിട്ട് പോകുമ്പോൾ അവരുടെ ലൈഫിലും അതിൻ്റേതായ ഒരു താളത്തിൽ അവരങ്ങ്
പൊക്കോണ്ടിരിക്കും. അതൊരു നമുക്ക് ഒരു വലിയ റിസ്ക് ഇല്ല. നമുക്ക് ഏജ് കൂടിയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രായത്തിലൊരു മോളുണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മൾ അവരുടെ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് എത്ര ഏജ് ഉണ്ടാകും എന്നൊക്കെയുള്ള കാൽക്കുലേഷൻ ഉണ്ട്. ആര്യയെക്കാളും കൂടുതൽ ആര്യയെ ശ്രദ്ധിച്ചതല്ല, ആര്യയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവളെ ഞാൻ കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആകുന്ന രീതിയിൽ വളർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവളുടേതായ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവൾക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിനി വിളക്കൊക്കെ കത്തിച്ചിട്ടപ്പോൾ ഇത്രയും സംസാരിക്കാമെന്നല്ല, ആദർശികമായിട്ടങ്ങ് സംസാരിച്ച് പോയതാണ്. ഞാനുണ്ട് ഇത് കിഷനാണ്, അത് രണ്ടുപേരും കിഷനാണ്, അത് അമേരിക്ക, അത് രണ്ടുപേരും ഇവിടെയാണ്. ഞാൻ 5 തിരിയിട്ടാണ് വിളക്ക് എന്നും കത്തിക്കുന്നത്, രാവിലെയും വൈകുന്നേരം. കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ കത്തിക്കുന്നത്. എന്നോടൊരു തിരുമേനി പറഞ്ഞു, 5 പെൺകുട്ടികളുള്ള വീട്ടിൽ നമ്മൾ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കണതാണ് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആ വാക്കിനെ അന്ന് തൊട്ട് ഞാൻ അങ്ങനെയാണ് രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുന്നത്. രമോമാസിൻ്റെ സിസ്റ്റർ ആര്യയ്ക്ക് കല്യാണത്തിൽ കൊടുത്തപ്പോൾ ആര്യ വന്നപ്പോൾ ആര്യയ്ക്കൊന്നും തൊടാൻ പാടില്ലാത്ത കാരണം കൊണ്ടുപോയില്ല. തുണ വരുമ്പോൾ വേണം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. ലക്ഷ്മി നാരായണ ഇതാണ്. ഇതാരാ പാലു? ഇതാരാ ഇത്? ആണോ ബാബ? ആ ബാബ ആരാ? ശിവബാബ. ആ പാവ തൊഴുതേ പാലു. ആ പാലു തൊഴുതേ. അപ്പോൾ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് നാമം ചെല്ലാനിരിക്കാൻ പോവുക. അപ്പം നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിൽ ഉള്ള വ്യൂ ആണ് സന്ധ്യക്കുള്ള. ഇത് പാലുവിൻ്റെ സൈക്കിള്. പാലു ഇപ്പോൾ ചവിട്ടണില്ല, പനി വന്നപ്പോൾ ഡോക്ടറിന് സൈക്കിൾ ചവിട്ടണ്ട പറഞ്ഞു. അപ്പോൾ തലയൊക്കെ ഭയങ്കരമായിട്ട് വേർക്കുമ്പോൾ വീണ്ടും അച്ഛൻ വന്നിട്ട് താഴെ കൊണ്ടുപോയി ചവിട്ടും അല്ലേ. ഞാൻ വിളക്ക് കത്തിക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു തുളസിയും ഒരു ശംഖുപുഷ്പവും അങ്ങനെ എന്താ പാലുവിനെ നോക്കണ പോലെ എന്നും രാവിലെ വെള്ളം ഒഴിച്ച് പരിപാടിക്കുന്നപ്പോൾ ഞാൻ 2 ദിവസം കല്യാണം പ്രമാണിച്ചൊക്കെ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ അത് ഉണങ്ങിയപ്പോൾ വീണ്ടും അത് ഞാൻ ഇതാക്കണുണ്ട്. പാലു ഒരു പഴയ ഒരു ഫോണുണ്ട് കയ്യിൽ, ചെറിയ ഫോൺ, അത് വെച്ചിട്ട് ഈ ഫോൺ കാണിക്കണതാണ്. ആ രണ്ടോട് വിശേഷം പറയണ കാണിക്കണതാണ്. ഇതാണ് ഞങ്ങളുടെ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ. പാലു ഫോൺ വിളിക്കുക. നമസ്കരിച്ചോ പാലു? ബാട്ടി നമസ്കരിക്ക്, ചെല്ല് നമസ്കരിക്ക്. ബാബു ഓ നമ ശിവായ ചെല്ലു, നമസ്കരിക്ക്. നമസ്കരിക്ക്. ഏത്തയിട്, വിഘ്നേശ്വര ഭവൻ ഏത്തയിട്. എങ്ങനെയാ? ഞാൻ ചെയ്യണ പോലെ എൻ്റെ കൂടെ വന്ന് എന്തും ചെയ്യും രാവിലെ.